വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ലൂക്കാസ് സുവിശേഷത്തിന്റെ ആദ്യ അധ്യായം യേശുവിന്റെ ജനനത്തിലേക്ക് നയിച്ച ദൈവിക പദ്ധതിയുടെ തുടക്കം വിശദമാക്കുന്നു. ജെറുസലേമിലെ പുരോഹിതനായ സക്കറിയാവിനും ഭാര്യ എലിസബത്തിനും കുഞ്ഞില്ലായിരുന്നു. ഗബ്രിയേൽ ദൂതൻ സക്കറിയാവിനോട് അവർക്ക് യോഹന്നാൻ എന്ന മകൻ ജനിക്കുമെന്നും അവൻ കർത്താവിന് മുമ്പായി വഴിയൊരുക്കുമെന്നും അറിയിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും. വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. ദൂതന്റെ സന്ദേശത്തിൽ സംശയം പ്രകടിപ്പിച്ചതിനാൽ സക്കറിയാവ് താൽക്കാലികമായി മൗനനാകുന്നു. കുഞ്ഞിന് യോഹന്നാൻ എന്ന് പേരിട്ടപ്പോൾ സക്കറിയാവിന്റെ മൗനം മാറുന്നു. എല്ലാവരും അത്ഭുതപ്പെടുന്നു. മറിയം എന്ന കന്യകയ്ക്ക് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൾ യേശുവിനെ പ്രസവിക്കുമെന്നും അവൻ ദൈവപുത്രനായി ദാവീദിന്റെ സിംഹാസനത്തിൽ എന്നേക്കുമായി രാജാവായിരിക്കുമെന്നും അറിയിക്കുന്നു. മറിയം വിശ്വാസത്തോടെ ദൈവത്തിന്റെ ഇച്ഛയ്ക്ക് സമ്മതം പറയുന്നു. മറിയം എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ അവളുടെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് സന്തോഷത്തോടെ ചലിക്കുന്നു. എലിസബത്ത് മറിയത്തെ എന്റെ കർത്താവിന്റെ അമ്മ എന്ന് വിളിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതയായി മറിയം തന്റെ സ്തോത്രഗീതത്തിൽ എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും, അവിടുത്തെ നാമം പരിശുദ്ധമാണ്, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ച് സമ്പന്നരെ വെറുങ്കയോടെ പറഞ്ഞയച്ചു എന്നും വ്യക്തമാക്കുന്നു. ദൈവം തന്റെ ജനത്തെ വീണ്ടെടുക്കുന്നവനാണെന്നും യോഹന്നാൻ രക്ഷകന്റെ മുന്നോടിയായി അന്ധകാരത്തിലുള്ളവർക്ക് വെളിച്ചം കാണിക്കുമെന്നും സക്കറിയാവ് പ്രവചിക്കുന്നു. നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ നീ പോകും. 1-ാം അധ്യായം 76-ാം തിരുവചനം. യോഹന്നാൻ വളർന്ന് ആത്മീയമായി ശക്തനാവുകയും തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതുവരെ മരുഭൂമിയിൽ കഴിയുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.